ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്നറിയാം. അതിനു മുൻപേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് എനിക്കൊരു സപ്പോർട്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളെ തേടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഹാങ്ഡ് മാനാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വളരെ സൂപ്പർ പോസിറ്റീവ് ആണല്ലോ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ ഹെർമിറ്റ് മൂഡ്, അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്കിപ്പം ഇവിടെ 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഏസ് ആണ്. എത്ര പോസിറ്റീവ് ആണെന്ന് നോക്കിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമാണെന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഫസ്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് ഉയരുന്നു. അപ്പൊ നിങ്ങളുടെ ഭാഗ്യചക്രം എന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ ഭാഗ്യത്തിൻ്റെതായ ഒരു സമയമാണ് നിങ്ങൾക്ക്. ഇനി ഇതുവരെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്, ഇവിടെ ഗുഡ് ഫോർച്യൂൺ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ടേണിംഗ് പോയിന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ടേണിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വഴിത്തിരിവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനുള്ളത്. നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നു. മനസ്സിലായി? നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ആ വഴിത്തിരിവ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾ, പുതിയ ചില ഐഡിയാസ് വരുന്നുണ്ട്. ചില ഗുഡ് ന്യൂസ് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയമാണ്. ഇതുവരെ നിങ്ങൾക്ക് ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇനിയാണ് നിങ്ങൾക്ക്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഏത് കാര്യത്തിലായാലും, അത് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തിലാവാം, ജോലി കാര്യത്തിലാവാം, അതുപോലെ നിങ്ങളുടെ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലാവാം, അതുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസിൻ്റെതായ ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. വാൻസ് ഫയർ സൈൻ ആണ്. എരിസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി എന്തോ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ, അത് വളരെയധികം നിങ്ങൾ അഭിനിവേശത്തോടു കൂടി നോക്കിയിരുന്ന്, ആവേശത്തോടു കൂടി നോക്കിയിരുന്ന് ഇന്നത്തെ ദിവസം അത് ചെയ്യണം എന്ന് അല്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കത് പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിൻ്റെതായാലും ചിലപ്പോൾ ചില പുതിയ ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാവാം. ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ പുതിയ അവസരങ്ങൾ ഉണ്ടാവാം. അതുമല്ലെങ്കിൽ പുതിയ അവസരം നിങ്ങൾ കണ്ടെത്തുന്നതാവാം. അപ്പോൾ അങ്ങനെ പുതിയ അവസരത്തിലേക്ക്, പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമാകാം. മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന, ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷിപ്തമായി കിടന്നിരുന്ന എന്തോ ഒരു കാര്യത്തെ നിങ്ങളിപ്പോൾ പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് അതിലൂടെ പരിശ്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ചിലപ്പോൾ ചില കുടുംബക്ഷേത്രത്തിന്റെ പണികളാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വയ്ക്കുന്നതാവാം, അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ഒരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാവാം, പുതിയതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതാവാം, ചിലപ്പോൾ ചാനൽ തുടങ്ങണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നാവാം. ഇങ്ങനെയൊക്കെയുള്ള ഏതൊരു കാര്യത്തിലായാലും, ചിലപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകൾ എന്തെങ്കിലും ആയാലും നിങ്ങളത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ അത് ചെയ്യണം, ഇപ്പോഴത് തുടങ്ങണമെന്ന്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, എന്തോ ഒരു കാര്യത്തിന് പുതിയ തുടക്കം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഒരുപാട് ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് പിന്നെയും വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് തുടക്കത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പുതിയ തുടക്കമാണ്. എന്തിന്റെ പുതിയ തുടക്കമാണ്? ഇവിടെ പ്രധാനമായിട്ടും പെന്റക്കിളിൻ്റെയാണ്. അപ്പോൾ പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വർഗ, ക്യാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ ഭൂമിയുമായിട്ട് കൂടുതലായിട്ട് ബന്ധമുള്ളത് നമുക്ക് സാമ്പത്തികമാണ്, അല്ലെ? പെന്റക്കിളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും. അപ്പൊ ഈ ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതവുമായിട്ട്. അപ്പൊ പുതിയ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. എന്തിന്റെ സാഹചര്യം? സാമ്പത്തികം ലഭിക്കാനുള്ള സാഹചര്യം. മനസ്സിലായി? ഇവിടെ ചില ബിസിനസ്സുകൾ തുടങ്ങാനും മറ്റു ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാനും ആയിരിക്കാം. പക്ഷെ ഇവിടെ അതിനുശേഷം നിങ്ങൾക്ക് സാമ്പത്തികമായിരിക്കും വരുന്നത്. മനസ്സിലായി? ഇതിൻ്റെതായ ഒരു പ്രതിഫലം എന്നോണം, അല്ലെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് എന്നോണം, റിസൾട്ട് ആയിരിക്കാം വരുന്നത് സാമ്പത്തികത്തിന്റെ രൂപത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ അടിക്കാം, അതുമല്ല എങ്കിൽ സാമ്പത്തികം ലഭിക്കാം, പുതിയ ചില വരുമാന മാർഗങ്ങൾ ഓപ്പൺ ആയിട്ട് വരാം നിങ്ങളുടെ മുൻപിൽ, അതുമല്ല ചില അവസരങ്ങൾ, പഴയ ചില കാര്യങ്ങളിലൂടെയുള്ള അവസരങ്ങളാവാം, പുതിയ ചില കാര്യങ്ങളിലൂടെയുള്ള അവസരങ്ങളാവാം. എന്തായാലും നിങ്ങളിലേക്ക് പുതിയൊരു എനർജി വരുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെതായിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു നിങ്ങൾക്കൊരു ഐശ്വര്യം തരുന്ന എനർജിയാണ്. ചിലപ്പോൾ ഇത് ജോലിക്കാര്യത്തിലാവാം, മറ്റ് ഒരു പുതിയ തുടക്കം എന്തിൻ്റെയും ആവാം, അതുപോലെ തന്നെ ചിലപ്പോൾ സമൃദ്ധിയിലേക്കുള്ള ഒരു എനർജി ആവാം, സ്റ്റെബിലിറ്റി, ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നത് പറഞ്ഞില്ലേ ഭൂമി തത്വമായതുകൊണ്ട് ചിലപ്പോൾ പെന്റക്കിൾ അങ്ങനെ വരാം. സ്റ്റെബിലിറ്റി തരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ഡിവൈൻ ഹാൻഡാണ് നിങ്ങൾക്കിത് സമ്മാനിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വഴി തുറക്കുന്നു എന്നുള്ളതാണ്. സമ്പത്തിൻ്റെതായ ഒരു പുതിയ വരുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനാഗമ മാർഗമാകാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് നോക്കാം. ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഏസ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ്? ഇവിടെ സ്നേഹത്തിൻ്റെതായ എനർജിയാണ്. കണ്ടല്ലേ? ഇവിടെ പുതിയ ലവ് തുടങ്ങാം, പലർക്കും പുതിയ ലവ് തുടങ്ങാം. അതുപോലെ തന്നെ പുതിയ എമോഷണൽ അവേക്കണിങ് ആവാം. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തുടങ്ങി വെക്കാം. സ്നേഹ സംബന്ധമായിട്ട് റിലേഷൻഷിപ്പിന്റെ ചില പുതിയ തുടക്കം, ചിലപ്പോഴൊക്കെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അവിടെ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നിട്ടുണ്ടാവാം, അവിടെ വീണ്ടും ഒരു തുടക്കം കൊണ്ടുവരാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളോട് അടുത്തു വരുന്നതാവാം. മനസ്സിലായോ? അത്തരത്തിലുള്ള ചില വ്യക്തികൾ, ഒരുപാട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുമായിട്ട് അകന്നിട്ടുണ്ടാവാം, അവർ വീണ്ടും അടുത്തു വരാം. ഇനി അതുമല്ല എങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്ട് ഉണ്ടാവുന്നതാവാം. അപ്പോൾ എന്തെങ്കിലും ഒരു എനർജി നിങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രണയ സാഫല്യം നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹ സഫലീകരണം നടക്കുന്നു ഇവിടെ. അപ്പോൾ ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഒരുപാട് പഞ്ചേന്ദ്രിയങ്ങളും നിറഞ്ഞു കവിയുന്ന വളരെ പരിശുദ്ധമായൊരു പ്രണയത്തിൻ്റെതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ ഒരു കാർഡിൽ പറയുന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ഇന്നത്തെ ദിവസം ഇത് പറയാനോ അല്ല എങ്കിൽ നിങ്ങളോട് അടുത്തുകൂടാനോ ഉള്ള സാധ്യതയുണ്ട്. പിരിഞ്ഞു പോയവർ തന്നെ ആവണം ചിലപ്പോൾ, അല്ലെങ്കിൽ പുതിയതായിരിക്കാം, പുതിയ പ്രണയം തുടങ്ങുന്നു എന്നുള്ളതും ആവാം. ചിലപ്പോൾ നിങ്ങൾ പഴയതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. അങ്ങനെ പഴയത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കളഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു വഴിയിലൂടെ മറ്റൊരു പ്രണയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഹെർമിറ്റിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായും സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക് വരികയാണ് നിങ്ങളിവിടെ.
ഇനി ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുക, മറ്റുള്ളവരുടെ നിർദ്ദേശം ഇങ്ങോട്ട് സ്വീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ഈ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് വാൻസ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. ഇന്ന് വരെ ഒരു റീഡിങ്ങിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല, ഇത്രയും അടുത്ത എനർജീസ് വന്നിട്ടില്ല. മനസ്സിലായി? ഇപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു റീഡിങ്ങിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള എനർജി വരുന്നത്, അടുപ്പിച്ചടുപ്പിച്ച് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെർമിറ്റ് മൂഡാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് സന്യാസ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് മെഡിറ്റേഷൻ ചെയ്ത് വളരെയധികം ഭൗതികപരമായ കാര്യങ്ങളിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അതിലൊരു ശ്രദ്ധ കുറച്ചിട്ട് കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന എനർജിയാണ്. അതായത് ആത്മീയപരമായ ഒരു യാത്രയിലേക്കുള്ള തുടക്കമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഉള്ളിൽ നിന്ന് തന്നെ ഉൾവിളികൾ ഉണ്ടാവുന്നുണ്ട്. തേർഡ് ഐ ചക്രയൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ ഉൾവിളികൾ ഉണ്ടാവും. നിങ്ങളുടേതായ എല്ലാ ചോദ്യങ്ങൾക്കും എന്താണ്, ഉള്ളിൽ നിന്ന് തന്നെ മറുപടി കിട്ടുന്നതാവും. അതിലൂടെ മുന്നോട്ട് പോകുന്ന വെളിച്ചമാണ് ഇവിടെ, ഉള്ളിൽ നിന്നുള്ള വെളിച്ചമാണിത്. ആ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരോടൊന്നും ചോദിക്കാൻ പറയുക ഒന്നും വേണ്ട, എന്നാലും മറ്റുള്ളവർ നിങ്ങൾക്ക് എപ്പോഴും വഴികാട്ടികളാവും. മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ടും സാധിക്കും. മനസ്സിലായി? അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു. അതിനുള്ള കഴിവാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ? കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവരോടുള്ള ദയയും സ്നേഹവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയം. ഇമോഷൻസിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇവിടെ. മറ്റ് പല കാര്യങ്ങളിലും എന്താണ്, അറിവ് നേടാൻ സാധിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രിയേറ്റീവ് എനർജി ഇവിടെ പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ നിങ്ങൾക്കൊരു പോസിറ്റീവായ റിസൾട്ടിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, നിഷ്കളങ്കമായി പെരുമാറിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ചില കോടതി വഴിയൊക്കെ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുമല്ല മറ്റുള്ളവർ ആരെങ്കിലുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പ്രശ്നം ഉണ്ടായിട്ടിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിങ്ങൾ നിരാശരായിട്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തെറ്റുകളും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായ റിസൾട്ട് വരുന്നുണ്ട്. ദൈവം തന്നെ നിങ്ങൾക്ക് നീതി നടപ്പാക്കി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, സ്റ്റാറിന്റെ എനർജിയാണ്. വളരെ പോസിറ്റീവാണ്. കണ്ടില്ലേ? ഇവിടെ എല്ലാം മേജർ അർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ മേജർ അർക്കാനയാണ്. അതുപോലെ തന്നെ ഹെർമിറ്റ് മേജർ അർക്കാനയാണ്. ഇതുപോലെ സ്റ്റാർ ആണ് അടുത്തത് വന്നിരിക്കുന്നത്. ടെമ്പറൻസ്, അത് തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി. അതെല്ലാം ഫുൾ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നോക്കിയൊന്നും അല്ല, ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് സ്വയം ഹീലാവാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ഹെർമിറ്റ് മൂഡ് കണ്ടതല്ലേ, സന്യാസ ജീവിതം, ഒരാളിന്റെ സന്യാസ വഴി. ആ സന്യാസ വഴി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് സന്യാസി ആയി എന്നുള്ളതല്ല. ഈ വന്ന കാലത്ത് കംപ്ലീറ്റ് സന്യാസി വളരെ കുറവല്ലേ. എന്നിരുന്നാൽ ഇവിടെ മെഡിറ്റേഷന്റെ എനർജിയാണ്. ഉൾവെളിച്ചം തേടുന്നു, അല്ലെങ്കിൽ ഉൾവെളിച്ചത്തിലൂടെ അറിവുണ്ടാകുന്നു, വിജ്ഞാനം ഉണ്ടാകുന്നു, വിജ്ഞാനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം, അതാണ് കാണുന്നത്. അപ്പോൾ എന്നിട്ട് മറ്റാരുടെയും എന്തോന്നില്ലാതെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നു. ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ നല്ല ശരിയായ രീതിയിൽ ചെയ്യുക, തേർഡ് ചക്രയുടെ ആക്ടിവേഷൻ വരിക. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നല്ല ഒരു വർധനവും ഉണ്ടാകുന്നു. ഹീലിംഗ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വയം ഹീലാകാൻ സാധിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, സ്വയം ഹീലിംഗ് സംഭവിക്കും.
നമുക്ക്. അപ്പം അതാണ് പറയുന്നത്, ഇവിടെ സ്റ്റാർ കാർഡല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 7 ചക്രാസിനെയാണ് കാണിച്ചിട്ട്, ഇപ്പൊ ചക്രാസിന്റെ ആക്ടിവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഹീലിംഗ് സംഭവിക്കുമ്പോഴെന്താണ്, ഹെൽത്ത് ഓക്കെ ആയി, വെൽത്ത് ഓക്കെ ആയി. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോഴോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച വരാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതിന് ഏതൊരു സാഹചര്യത്തിലായാലും, നിങ്ങളുടെ വീട്ടിലായാലും അതുപോലെ തന്നെ സമൂഹത്തിലായാലും, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും മറ്റുള്ളവരുടെ മുൻപിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ഒക്കെയും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച, അതുപോലെ തന്നെ ഒന്ന് തിളങ്ങാനുള്ള സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് ടെമ്പറൻസ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് ബാലൻസ്, പേഷ്യൻസ്, ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളുണ്ടല്ലോ കൈകാര്യം ചെയ്യാൻ ഇപ്പം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏത് കാര്യത്തെയും നിങ്ങൾക്ക് കോപ്പറേറ്റിങ്ങിലൂടെ പോകാൻ പറ്റും, മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് കോപ്പറേഷൻ നടത്തി പോകാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും, പല കാര്യങ്ങളിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. മുന്നോട്ട് പോകണം, ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യമായ ചില കാര്യങ്ങളാണ് ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് സാമ്പത്തികത്തിന്റെ കാര്യമായാലും സ്നേഹത്തിന്റെ കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുകയാണ്. സ്നേഹമായാലോ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങോട്ടും കിട്ടും. അല്ലാതെ ഒരു വൺ വേ അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാര്യവും വൺ വേ ആവാൻ പാടില്ല, രണ്ടു വഴിയിലൂടെയും ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായിട്ട് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ തേടേ ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ കരയിലൂടെയും വെള്ളത്തിലൂടെയും, ഒരു കാൽ കരയിലും ഒരു കാൽ വെള്ളത്തിലുമാണ്, കരയിലൂടെയും വെള്ളത്തിലൂടെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവായ സാഹചര്യത്തെയും പോസിറ്റീവായ സാഹചര്യത്തെയും നിങ്ങൾക്ക് ഒരേപോലെ കാണാൻ സാധിക്കുന്നു. അതാണ് കോംപ്രമൈസ് ചെയ്യൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മനസ്സിലായി? എവിടെയാണ് ബാലൻസ് ചെയ്തു പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ്, ഇവിടെ ഗബ്രിയേൽ മാലാഖയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ വെളുത്ത വസ്ത്രം പരിശുദ്ധിയുടേതായ പ്രതീകമാണ്. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ഇവിടെ വെളിച്ചം വരുന്നുണ്ടാകും. കാരണം നിങ്ങൾക്ക് നല്ലൊരു വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും. ഹൃദയം നിങ്ങൾക്ക് പരിശുദ്ധമാകുന്നു. അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വഴിയിലൂടെ പോകാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്, ഇൻഡ്യൂട്ടീവ് ആകുന്നു പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും. മനസ്സിലായി? നമുക്ക് ഇൻഡ്യൂഷൻ ലഭിക്കുന്നുണ്ട്, മനസമാധാനം ലഭിക്കും. ഇവിടെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസമാധാനം ലഭിക്കും. അതിനായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു. മറ്റുള്ളവരിനി എങ്ങനെയും നിങ്ങളോട് പെരുമാറിക്കോട്ടെ. മനസ്സിലായി? നിങ്ങൾ ആരെങ്കിലും അടിക്കാൻ വന്നാൽ പോലും നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആരോടെങ്കിലും ഒക്കെ കയർത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഡൗൺ ആവും. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായി? അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രതികരണം കൊണ്ട് വന്നവർ അടിക്കാതെ തിരിച്ചു പോകും. മനസ്സിലായോ? അടിക്കാൻ വന്നവർ തന്നെ നിങ്ങളുടെ പ്രതികരണം കണ്ട് അങ്ങനെ പോകും. അല്ലാതെ നിങ്ങളും വാളുകെടുത്ത് മുൻപേ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വലിയ ബഹളം നടക്കും. നമ്മൾ രണ്ട് കൈകൾ കൊണ്ടും കൂട്ടി അടിക്കുമ്പോഴല്ലേ ശബ്ദം കേൾക്കുന്നത്. അതേ സമയത്ത് ഒരു കൈ മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു ശബ്ദവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലായാലും മറ്റുള്ളവരോടായാലും വഴക്കുകൾ, ബഹളങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ? അപ്പോൾ അങ്ങനെ മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അല്ലാതെ പ്രതികരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നിരുന്നാൽ പിന്നെ അതുപോലെ ഒരു കാര്യമുണ്ട്, പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളിൽ പ്രതികരിക്കുകയും വേണം. മനസ്സിലായോ? അല്ലാതെ ഇത്തരത്തിലുള്ള വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജിയാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക്
വർക്കാവുന്നത്. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തിൻ്റെ എനർജിയാണോ എല്ലായ്പ്പോഴും നമ്മൾ കൊടുക്കുന്നത്, അതാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഒരു ഫെമിനിൻ എനർജി, ഇന്നർ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സീക്രട്ടുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഹസ്യാത്മകമായ ഒരു ബോഡിയാണ് നിങ്ങളുടേത്. രഹസ്യങ്ങളെ സൂക്ഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. പെട്ടെന്ന് ചിലപ്പോൾ ആലോചിച്ച് മറുപടി പറയാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങ് തരാം, അല്ലെങ്കിൽ പറയാം, ഉടനടി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആലോചിച്ചിട്ട് പറയാം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് യെസ് ഓർ നോ പറഞ്ഞു കഴിയും. അവിടെ എപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയും. എന്തെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇനി നിങ്ങൾ ആരോടെങ്കിലും പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ അടുത്ത് കൂടുന്ന ചിലരൊക്കെ എന്താണ് സാമ്പത്തികം മേടിക്കാനായിട്ടായിരിക്കും, അത് ലഭിക്കും എന്ന് കരുതിക്കൊണ്ട് കൂടുതലായിട്ട് പഞ്ചാരവാക്ക് പറഞ്ഞ് നമ്മളെ പുകഴ്ത്തിയൊക്കെ നമ്മളോടൊപ്പം അടുത്തുകൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് വേണ്ടെന്ന് തന്നെ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ അല്ല എങ്കിൽ ആദ്യം തന്നെ അങ്ങനെ ചോദിച്ചു വരുമ്പോൾ യെസ് ഓർ നോ പറഞ്ഞു പോയാൽ മാത്രം മതി. ഇനി അതില്ല, എവിടെന്നെങ്കിലും ഒക്കെ മേടിച്ചു കൊടുത്ത് സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കർമ്മ നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, കിട്ടുന്നത് കൊണ്ട് അവർക്ക് തൃപ്തിയാകും. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു, അവരുടെ ദുഃഖത്തിൽ നിന്നും അവർ പിൻവാങ്ങി കഴിഞ്ഞു. പക്ഷെ നമ്മളോ ഇവിടെ അത് കിട്ടാതെ കണ്ട് നമ്മൾ മറ്റു പല പ്രശ്നത്തിൽ വാണ്ടുപോകും. പിന്നീട് നമ്മളാണ് അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കേണ്ടി വരരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആലോചിച്ച് ഉറപ്പിച്ച് വേണം ഒരു മറുപടി ആരോടെങ്കിലും പറയാനും സംസാരിക്കാനും. മനസ്സിലായി? ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അറിവിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് കാണുന്നത്. അതിന് നിങ്ങൾക്ക് പ്രാപ്തരാകുന്നു എന്നുള്ളതാണ്. ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതുവരെ ആരോടും പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു സ്നേഹസംബന്ധമായ കാര്യമാണ്. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളെക്കാൾ യങ് ആയിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം. അതുമല്ലെങ്കിൽ ഇനി അത് പറയാതിരുന്നിട്ട് ഇനി ഇപ്പോൾ തുറന്നു പറയുന്ന എനർജിയും ഉണ്ടാവാം. അങ്ങനെ ഒരു പുതിയ തുടക്കത്തിൻ്റെതാണ് ഇവിടെ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് പിന്നെ അതുമല്ല എങ്കിൽ, ലവ് എനർജി അല്ല എങ്കിൽ ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവാം. നിങ്ങൾ നോക്കിയിരുന്ന് കിട്ടാതിരുന്ന ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവാം. പുതിയ അവസരങ്ങൾ വരാം നിങ്ങൾക്ക്, ഏതൊരു കാര്യത്തിലായാലും. അങ്ങനെയും കാണുന്നുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ നിങ്ങളിവിടെ ഫിയർ അനുഭവിക്കുന്നു, ആങ്സൈറ്റി, ഉറക്കമില്ലാത്ത രാത്രികൾ ഒക്കെയും തള്ളി നീക്കുന്നു. കാരണം നിങ്ങളുടെ കർമ്മയുടെ ഭാഗമാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കർമ്മയെ റിലീസാക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കർമ്മ റിലീസാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് നമ്മൾ അടുത്ത കാർഡ് നോക്കിയിട്ടാണ്. കണ്ടില്ലേ? ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകുന്നു. ഇവിടെ അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. നോ കോണ്ടാക്ട് അവസ്ഥയാവാൻ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ആരോടെങ്കിലും കയർത്ത് സംസാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ള കുറ്റബോധത്തിലിരിക്കുകയാവാം. എന്തായാലും ശരി, ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിമിത്തം രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയാവാം. എന്തായാലും ശരി, ഇത് നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗമാണ്. ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്? കിങ് ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ? അപ്പൊ ഇവിടെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഈ 3 എനർജീസും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും റിക്കവർ ആവാൻ സാധിക്കും. നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യും. അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മെസ്സേജ് ഒന്ന് നോക്കാം. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തരുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് 2 മെസ്സേജ് ഒന്ന് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു, അതുപോലെ ടെൻഷൻ, മാനസികമായ വിഭ്രാന്തിയിലാണോ, എന്തായാലും ശരി നിങ്ങൾ അതിനെ മറികടക്കാൻ സാധിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്കിവിടെ ഒരു പരിവർത്തനം വരും. നിങ്ങൾ എന്ത് മറ്റുള്ളവർക്ക് കൊടുത്തോ അതാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. അങ്ങനെ തന്നെ വേണം നിങ്ങൾ വിചാരിക്കാൻ. ഇപ്പോൾ നിങ്ങൾ ഒരു നന്മ ചെയ്യൂ, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അത് എക്കാലവും ഒരു നല്ല സമ്പത്ത് തന്നെ ആയിരിക്കും.
മനസ്സിലായോ? നന്മ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നല്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നന്മ പ്രവർത്തിക്കൂ, നന്മ ചെയ്യൂ എന്നുള്ളതാണ്. നന്മ ചെയ്യൂ, നന്മ നേടിയെടുക്കൂ എന്നുള്ളതാണ്. ഇവിടെ എറ്റേണൽ ബോണ്ടാണ് വന്നിരിക്കുന്നത്, ശാശ്വതമായ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. വെർജ് യുവർ സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ്. നിങ്ങൾക്ക് ഇവിടെ ശാശ്വതമായിട്ടൊരു അനുഗ്രഹം നിങ്ങൾക്ക് ദൈവത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെ എന്താണ് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. മനസ്സിലായി? ശാശ്വതമായ ഒരു സന്തോഷം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളിൽ തന്നെയുണ്ട് സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും എന്താണ് പ്രവർത്തിക്കുന്നില്ല, പ്രാവർത്തികമാക്കുന്നില്ല. അതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സമയം കണ്ടെത്താൻ പോകും. പക്ഷെ നിങ്ങളുടേതായ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സന്തോഷത്തിലിരിക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത്. ഇനി ഇത് എൻഡാണ്. എവറിഥിങ് ഹാസ് ടു എൻഡ് സംഡേ. എല്ലാ പ്രശ്നങ്ങളും, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ എന്താണ്, എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം അവസാനിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളതിന് പ്രിപ്പയർഡ് ആവണം. പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈഡ് റിസൾട്ട്സ്. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ പറയുന്നത് നിങ്ങൾ പ്രിപ്പയർഡ് ആവൂ. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നാളെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരാതിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതും എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ കൊണ്ടുതരും. നിങ്ങൾ പ്രിപ്പയർഡ് ആവൂ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഒരിക്കൽ തീർന്നു കിട്ടും, അവസാനിക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം. എന്നിട്ടോ ഒരു പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. നിങ്ങളുടെ പ്രിപ്പറേഷനാണ് നിങ്ങൾക്കിത് കൊണ്ടുതരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ, കമൻ്റ് ഇടാനും മറന്നു പോവരുത്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ വിട്ടുപോവല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.